ധനം. നമ്മളെല്ലാവരും നല്ല പൈസക്കാരാവണം, നമ്മളെ വീട്ടിൽ നല്ല സമ്പാദ്യം വരണം എന്നാണ്. ഒരു വീടിന് ധനപരമായി മുമ്പോട്ട് പോവാൻ, ഒരു സമ്പാദ്യം നിലനിർത്താൻ എങ്ങനെ വാസ്തു നോക്കാം? ധനം എന്നുള്ളത് വാസ്തു. ഒരു സാധാരണക്കാരന് ഒരു വീട് പണിയണം, എന്തൊക്കെയാണ് ഒരു വാസ്തു നോക്കി എന്തൊക്കെ മതി ആ വീടിന് വേണ്ടി വളരെ ആവശ്യം? വളരെ എളുപ്പമാണ്, വളരെ എളുപ്പം. വാസ്തു രീതികളിൽ ഒരുപാട് പഠനങ്ങളൊക്കെ അല്ല ഞങ്ങളെ പോലത്തെ ടെക്നീഷ്യന്മാർക്കാം. പക്ഷേ സാധാരണ ഒരു വീട് വെക്കുന്ന ഒരു 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി. തീർച്ചയായിട്ടും ആ വീട്ടിലുള്ളവർക്ക് ക്യാൻസർ അനുപാതികമായിട്ടുള്ള രോഗം അവിടെ വാസ്തു മൂലം രംഗപ്രവേശനം ചെയ്യും. രോഗങ്ങൾ എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ എന്റെ ചോദിച്ച ചോദ്യം, വാസ്തുവിലൂടെ എന്തെങ്കിലും രോഗങ്ങൾ, ഇതിന് വലിയൊരു ചാൻസ് ആണ്. അതേപോലെ തന്നെ തൈറോയിഡ്, നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക് പ്രശ്നമുള്ള വീട്ടിൽ ആ സ്ത്രീകൾക്ക് അവിടെ തൈറോയിഡിന്റെ പ്രശ്നമുണ്ടോ? എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ കുറേ എപ്പിസോഡുകൾ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ തോന്നുന്ന ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇന്നും നമ്മൾ അതുപോലെ ഒരു എപ്പിസോഡിലേക്കാണ് കടക്കുന്നത്. അപ്പം സാർ നമ്മോടൊപ്പം ഇരിപ്പുണ്ട്. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഇങ്ങനെ ഉത്തരം നൽകാനായിട്ട് നമുക്ക് സാറിനെ സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, നിസ്സാരമായി നമുക്കിത് കളയാൻ പറ്റില്ല. കാരണം നമുക്കറിയാം, നമുക്ക് ഈ അസുഖങ്ങളൊക്കെ വരുന്നത് പൊതുവേ നമുക്ക് വരും, അസുഖങ്ങളൊക്കെ നമുക്ക് വരും. ചിലർക്ക് മാറാത്ത അസുഖങ്ങളുണ്ടാവും. അപ്പം ഈ അസുഖങ്ങളൊക്കെ വരുന്നതൊക്കെ നമ്മുടെ വീടിൻ്റെ എന്തെങ്കിലും ദോഷം കൊണ്ടാണോ? കാരണം ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ അസുഖങ്ങൾ എപ്പോഴും ഒരാൾക്ക് വന്നാൽ അടുത്ത ആൾക്ക് കേൾക്കുന്നുണ്ട്. പറയാതെ പോകാൻ പറ്റില്ല. നല്ലൊരു ചോദ്യം, ഒരുപാട് ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ചോദ്യം കൂടിയാണിത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വാസ്തു അതിൻ്റെ ദോഷം പൂർണ്ണമായി ബാധിക്കുന്നത് സ്ത്രീകളെയാണെന്ന് ഞാൻ കഴിഞ്ഞൊരു എക്സ്പീരിയൻസിൽ പറഞ്ഞായിരുന്നല്ലോ. പക്ഷേ പുരുഷനും സ്ത്രീക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അത് എങ്ങനെ തിരിച്ചറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനു മുമ്പ് നമ്മൾ നോക്കേണ്ടത്, വാസ്തുവിൽ 4 ദിക്കുണ്ട്. നമ്മുടെ ഭൂമിയിൽ 4 ദിക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ വാസ്തു സ്റ്റുഡൻസ് ഞങ്ങൾ എപ്പോഴും വടക്കുന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് പ്രഥമമായിട്ട് വടക്കിനെ വയ്ക്കാം. വടക്ക് എന്നുള്ളത് ഭൂമിക്ക് മുകളിലാണ്, തെക്ക് താഴെയാണ്. ഗ്ലോബ് കണ്ടിട്ടില്ലേ? എപ്പോഴും വടക്ക് മുകളിലാണ്, തെക്ക് താഴെയാണ്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭൂമി ചുറ്റുന്നു. ഇതാണ് ഈ അപ്പൊ നമുക്ക് 4 ദിക്കുണ്ടെന്ന്: വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്. വടക്കും അത് കഴിഞ്ഞുണ്ടാകുന്ന കിഴക്കും കൂടെ ചേരുന്ന മൂലയാണ്, ആ മൂലയാണ് ഈശാന്യ കോണെന്നോ ഈശാന്യമോ ഈശാന്യം എന്ന് പറയാം. നോർത്ത് ഈസ്റ്റ്, ഇംഗ്ലീഷിൽ നോർത്ത് ഈസ്റ്റ് കോർണർ. അതിന് വടക്ക് കിഴക്ക് മൂല. പിന്നെ തിരിച്ചും പഴയതുപോലെ തന്നെ കിഴക്ക് വരുന്നു. ഇനി കിഴക്കും തെക്കും കൂടെ വരുന്നൊരു മൂലയുണ്ടല്ലോ, അതിന് സൗത്ത് ഈസ്റ്റ് എന്ന് പറയും, ആഗ്നേയം. അടുത്ത് വരുന്നത് തെക്ക. അടുത്ത് തെക്കും പടിഞ്ഞാറും കൂടെ ചേരുന്നൊരു മൂലയുണ്ടല്ലോ, ഇതിനെയാണ് സാക്ഷാൽ കന്നിമൂല എന്ന് പറയുന്നത്, സൗത്ത് വെസ്റ്റ്. അടുത്ത് പടിഞ്ഞാറും വടക്കും കൂടെ ചേർന്ന് കംപ്ലീറ്റ് ചെയ്യുന്നില്ലേ ഈ 360, ആ ജോയിന്റ് ആണ് വായുവ്യം, നോർത്ത് വെസ്റ്റ്. വായു എന്ന് പറയത്തില്ലേ, വായു മൂല. അപ്പോൾ 4 ദിക്ക് 4 മുക്ക്, അങ്ങനെയാണ് 8 വരുന്നത്. ഈ 8നും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഇവിടെ സ്ത്രീകൾ ബാധിക്കുന്നതോ സ്ത്രീകൾ ഉയരുന്നതോ ആയിട്ടുള്ള കണക്ഷൻ വായു ആഗ്നേയ ഈ ഡയഗണലാണ്. പുരുഷന്മാർക്ക് നോർത്ത് ഈസ്റ്റ് എന്നുള്ള ഈശാന്യവും കന്നിയുമാണ്, ഈ ഡയഗണലാണ്. അപ്പോൾ വായു മൂലയിൽ നിന്നും ഡയഗണൽ ആഗ്നേയത്തിലെത്തുമ്പോൾ ഇത് സ്ത്രീ സംബന്ധമായ റൂട്ടാണ്. പുരുഷനാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് നിന്ന് കന്നി, ഈ ഡയഗണൽ വരുമ്പോൾ ഇത് പുരുഷന്മാരുടേതാണ്. ഇങ്ങനെയാണ് ഇത് തിരിച്ചറിയേണ്ടത്. അപ്പോൾ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം ഞാൻ പറയാം. ഞാനൊരു വീട്ടിലോട്ട് പോവുകയാണ്, ഞങ്ങളുടെ ഇവിടെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു 2 ആഴ്ചയ്ക്ക് മുമ്പ്. ഇതുപോലെ ഒത്തിരി സംഭവങ്ങളുണ്ട്. പെട്ടെന്ന് ഓർമ്മ വരുന്ന സംഭവം, ഒരു വീട്ടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഞാൻ അവരെ കുറച്ച് സമയം ഇങ്ങനെ നോക്കി ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അവര് ആ ആഴ്ചയാണ് അദ്ദേഹത്തിന്റെ ക്യാൻസർ കൺഫേം ചെയ്യുന്നത്, ആ ആഴ്ചയാണ്. ഞാനത് ചോദിക്കുകയും ചെയ്യണം. സത്യസന്ധമായ ക്യാൻസർ ഉണ്ടായിരുന്നായിരിക്കും. അതിന് മുമ്പുള്ള ക്യാൻസർ തന്നെ വേണ്ടത്, അതിന് മുമ്പുള്ള മുഴകളാണ് പിന്നെ അത് ക്യാൻസറായി മാറുന്നത്, അല്ലേ? അത് കുഞ്ഞു കുഞ്ഞു കുമിളകളല്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാസ്തു ഉണർത്തുന്നത് അതിന് മുമ്പ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. വീട്ടിനുള്ളിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ. ഇപ്പോൾ സ്ത്രീകൾക്ക്, ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഒത്തിരി സ്ത്രീകൾക്കുണ്ട്, പുരുഷന്മാർക്കും ഉണ്ട്, സ്ത്രീകൾക്ക് മാത്രമല്ല, പക്ഷെ കൂടുതൽ സ്ത്രീകൾക്കാണ്. നമ്മളിപ്പോൾ അഗ്നിമൂല, സാക്ഷാൽ നമ്മുടെ അടുക്കള അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ വീട്ടിൻ്റെ അഗ്നിമൂലയിൽ കുറച്ച് വാഴ നട്ട് വെച്ചിരിക്കുന്നത് നോക്കിയാൽ, വാഴ നട്ട്, ഒരു വാഴ എന്ന് പറയുന്നത് 3-4 കുടം വെള്ളമാണ്, അറിയേ. പിന്നെ ഒരു വാഴ നട്ടത് പോകില്ല, തുടർന്ന് 100 വാഴ അതിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കാമ്പ്, അല്ലേ? അപ്പം നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല, അവിടെ വാഴക്കൂട്ടം കൊല വരുന്നു, ഇല്ല അതങ്ങനെ. പക്ഷേ അഗ്നിമൂലയിൽ ആ ഭാഗത്ത് വാഴ മാത്രമല്ല, ഒരു സംഭവോ സെപ്റ്റിക് ടാങ്കോ
ഉള്ള കുഴികൾ വെച്ചുള്ള അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ പോയി ഒഴുകുന്ന ഒരു ചെറിയൊരു എപ്പോഴും ഈരപ്പതയായിരുന്ന ഒരു സ്ഥലം ഒരിക്കലും അഗ്നിമൂലയിൽ കിഴക്ക് ഭാഗത്ത് പാടില്ല. തീർച്ചയായിട്ടും ആ വീട്ടിലുള്ളവർക്ക് ക്യാൻസർ അനുപാതികമായിട്ടുള്ള രോഗം അവിടെ വാസ്തു മൂലം രംഗപ്രവേശനം ചെയ്യും. രോഗങ്ങൾ എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ എന്റെ ചോദിച്ച ചോദ്യം വാസ്തുവിലൂടെ എന്തെങ്കിലും രോഗങ്ങൾ, ഇതിന് വലിയൊരു ചാൻസ് ആണ്. അതേപോലെ തന്നെ തൈറോയിഡ്, നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക് പ്രശ്നമുള്ള വീട്ടിൽ ആ സ്ത്രീകൾക്ക് അവിടെ തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടാവും. പുരുഷന്മാരതാണെങ്കിൽ പോലും അവിടെ സ്ത്രീകൾക്ക് തൈറോയിഡ് ബന്ധം ഉണ്ടാവുന്നുണ്ട്. വായുവത്തിൽ അവിടെ ഉണ്ടാകുന്ന ദോഷങ്ങള് ആ വീട്ടിലെ യുവജനങ്ങളെയാണെങ്കിൽ മാനസികമായിട്ടുള്ള തെറ്റിനെ കൂടുതൽ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമായിരിക്കും. പറയുന്നില്ലേ സ്നേഹബന്ധം, എന്തിനാ കുറച്ചുകൂടെ മെച്ചൂർഡായിട്ട് അവിഹിത ബന്ധം എന്നും പറയാം. അതും ഇതിലെല്ലാം പെടുന്നതാണ്. നമ്മളെ വീട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ചോദിക്കണം പറ്റില്ലല്ലോ. ഇനി വളരെ അധികം പക്വമായിട്ട് അവിടെ ജീവിക്കുന്ന വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ മറ്റൊരു ആ വിധി മറ്റേതെങ്കിലും തരത്തിൽ അവരെ പ്രാപിച്ചിട്ടുണ്ടാവും. ഇത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഈ 2024 ഇത്തരം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കേൾക്കുന്ന എല്ലാവരും ഇത് അംഗീകരിക്കണമെന്നില്ല. പക്ഷേ മറ്റു ചിലരും കേൾക്കുന്നുണ്ടായിരിക്കും ഈ സത്യം ഉണർന്നുകൊണ്ട് ഒരുപക്ഷെ അവിടെ ഒരു തേങ്ങലൂടെ ആയിരിക്കും ഈ വാക്ക് കേൾക്കുന്നവർ, എൻ്റെ വാക്ക്. കാരണം എൻ്റെ പ്രൊഫഷനാണ്, ഞാൻ സഞ്ചരിക്കുന്ന, ഞാൻ കണ്ടെത്തുന്ന സത്യങ്ങളാണ്. ഒരു വിമർശകന് വീട്ടിൽ നിന്ന് ഇതൊക്കെ എന്ത്, അതിന് അത്രയും മര്യാദയോടെ ഞാൻ തള്ളുകയാണ്. പക്ഷെ മറ്റൊരുപാട് സഹോദരങ്ങൾ ഇതിലൂടെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതിൽ നിന്ന് ഒരുപാട് റിക്കവറി ചെയ്യാനുള്ള ഒരു കുഞ്ഞു പാലമായി ഞാനും മാറിയതിനും ഒരുപാട് സന്തോഷിക്കുന്നു. പക്ഷെ വിമർശിക്കാം, പക്ഷേ പ്രകൃതിദത്തമായിട്ടുള്ള ഒരുപാട് സത്യങ്ങൾ നമ്മൾ മറക്കുന്നു. കാരണം അന്ധവിശ്വാസങ്ങൾ ഒരുപാട് കടന്നു കയറിയപ്പോൾ അതിനെ നമ്മൾ വലിച്ചു പുറന്തള്ളുന്ന സ്പീഡിൽ ചില വിശ്വാസങ്ങളും അതിനോടൊപ്പം പോയെന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാസമായി ഇവിടെ നിലനിർത്തുക, അന്ധവിശ്വാസത്തിന് പതിര് നോക്കി എടുത്ത് കളയുക. മറ്റൊരു ചോദ്യം എന്ന് വെച്ചാൽ ധനം. നമ്മളെല്ലാവരും നല്ല പൈസക്കാരാവണം, നമ്മളെ വീട്ടിൽ നല്ല സമ്പാദ്യം വരണം എന്നാണ്. ഒരു വീടിന് ധനപരമായി മുമ്പോട്ട് പോവാൻ, ഒരു സമ്പാദ്യം നിലനിർത്താൻ എങ്ങനെ വാസ്തു നോക്കാം? വാസ്തുവിൽ 100% ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു കാര്യമാണ് ധനം എന്നുള്ളത്. വാസ്തു തരുന്ന ഗ്യാരണ്ടി അല്ല, അതിന്റെ സാഹചര്യങ്ങൾ വാസ്തു ഒരുക്കി തരുന്നു. നമ്മളും കൂടി പരിശ്രമിക്കണം, നമ്മൾ തന്നെയാണ് പരിശ്രമിക്കേണ്ടത്. വാസ്തു ഒരിക്കലും ധനം വാഗ്ദാനം ചെയ്യുന്നില്ല. എത്രയോ വർഷങ്ങളായി നിങ്ങൾ ധനത്തിന് വേണ്ടി ദൈവങ്ങൾക്ക് മുമ്പിൽ കാണിക്കയിട്ട് കാത്തിരിക്കുന്നു. ആ ദൈവത്തിന് പോലും കഴിയുന്നില്ല, അല്ലേ? പക്ഷേ വാസ്തുവിന് കഴിയും. ദൈവത്തിനാൽ കഴിയാത്തത് വാസ്തുവിന് കഴിയും. ചിലപ്പോൾ ദൈവത്തിലൂടെ ആയിരിക്കാം, വിശ്വാസികൾക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. വാസ്തു രീതികളിൽ വടക്ക് കിഴക്ക് കുഴി, അതല്ലെങ്കിൽ സെലലാർ, അതല്ലെങ്കിൽ കിണർ, അതല്ലെങ്കിൽ ബോർ, വടക്ക് കിഴക്ക് ഒരു വാസ്തു ടെക്നീഷ്യൻ കാണിക്കുന്ന ആ ഡിഗ്രിക്കുള്ളിൽ ഒരു കിണർ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കുഴി സ്രോതസ് വരികയാണെങ്കിൽ, സെപ്റ്റി ടാങ്ക് ഒഴികെ മറ്റെല്ലാ കുഴി സ്രോതസ്സുകളും വരികയാണെങ്കിൽ ആ വീട്ടിൽ തീർച്ചയായിട്ടും ധനാഗമനം കൺഫേം, അതിലൊരു മാറ്റമില്ല. പക്ഷേ അത് നിലനിൽക്കണോ വേണ്ടോ എന്നുള്ളത് മറ്റ് ഡിഗ്രിയിൽ വരുന്ന ഫോൾട്ടാണ് നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ ഒരു ധനം നമുക്ക് കിട്ടണമെങ്കിൽ എവിടെയാണ് നമ്മുടെ എന്തൊരു മൂലയ്ക്കാണ് നമ്മൾ? ഒരു റൂമാണോ അവിടെ വെക്കേണ്ടത്, ഹോളാണോ? ഇപ്പൊ നമുക്ക് നോക്കും കന്നിമൂല ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂം ചെയ്യുന്നു. കാരണം ഓരോ ദിക്കുകളും നമുക്ക് ഓരോ രീതികൾ പ്രാധാന്യം ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ കിഴക്ക് പുരുഷനെ നല്ലതാണ്. പുരുഷന് വേണ്ടിയുള്ള ദിക്കാണ് കിഴക്ക് പടിഞ്ഞാറും. സൂര്യ ദിക്ക അത് പുരുഷനെ അനുവദിക്കുന്നു. പുരുഷന്റെ ലാഭനഷ്ടങ്ങളെല്ലാം ഈ ദിക്കുകൾ തീരുമാനിക്കുന്നു. വടക്ക് തെക്ക് ഇത് സ്ത്രീകളുടെ ലാഭനഷ്ടങ്ങൾ തീരുമാനിക്കുന്നു. അപ്പോ ചില വീട് ആൺവീടായും ചില വീട് പെൺവീടായും ചില വീട് അലിവീടാവുന്നു. അപ്പോ കിഴക്കിന് പ്രാധാന്യമുള്ള വീടുകളെല്ലാം ആൺവീടാവുകയും വടക്കിന് പ്രാധാന്യമുള്ള വീടുകളെല്ലാം പെൺവീടാവുകയും വടക്കും കിഴക്കും ഒരേപോലെ പ്രാധാന്യമുള്ള വാസ്തു വീടുകൾ അലിവീടുകയും ചെയ്യുന്നു. അലിവീടെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലൊന്നുമില്ല, അലി ആണും പെണ്ണും ചെയ്യുന്നത്. അതിൽ മനുഷ്യവർഗത്തിന് മാത്രമേ അലി അല്ലെങ്കിൽ അവരുടെ നമുക്കൊരു വ്യത്യാസമുള്ളൂ. പക്ഷെ മനുഷ്യൻ കഴിഞ്ഞ് മറ്റെല്ലാ കാറ്റഗറിയിലും അലിയ ഫസ്റ്റ് ക്വാളിറ്റി. ആൺമരം, പെൺമരം, അലിമരം, ആൺപാറ, പെൺപാറ, അലിപ്പാറ, ആൺലോഹം, പെൺലോഹം, അലോഹം. ഇങ്ങനെ ഒരുപാട് 3 കാറ്റഗറി. ഈ പ്രപഞ്ചത്തിൽ 3 കാറ്റഗറിയാണ്, 3 കാറ്റഗറി: ആൺ, പെൺ, അലി. നമ്മുടെ മതപരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അടിച്ചേൽപ്പിച്ചതുകൊണ്ട് നമ്മൾ പ്രകൃതിദത്തമായിട്ടുള്ള ഒരുപാട് സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല. പ്രകൃതി ഉണർത്തുന്ന ഒരുപാട് സത്യങ്ങളുണ്ട്, അത് മനസ്സിലാക്കുന്ന സ്പിരിച്വൽ അറേഞ്ച്മെന്റിലോട്ട് കടന്നു വരിക. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെയും ഒരുപാട് കള്ളത്തരവും ബിസിനസ്സും ഒരുപാട് മിസ്യൂസ് നടക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെയും നമുക്ക് അന്വേഷണം തന്നെയാണ് വേണ്ടി വരുന്നത്.
അപ്പോൾ സാർ മറ്റൊരു ചോദ്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരു വീട് പണിയുന്നതാണ്. ഇപ്പം ഇന്ന് നമ്മൾ നോക്കുമ്പം വീടൊക്കെ ഭയങ്കര അതിഗംഭീരമായി 2 ബെഡ്റൂം, 2 മാസ്റ്റർ ബെഡ്റൂം, റൂമിൽ തന്നെ ബാത്റൂം, ഹോള്, കിച്ചൺ ഭയങ്കര ഗംഭീരമായിട്ടാണ് പണിയുന്നത്. ഒരു സാധാരണക്കാരന് ഒരു വീട് പണിയണം, എന്തൊക്കെയാണ് ഒരു വാസ്തു നോക്കി എന്തൊക്കെ മതി ആ വീടിന് വേണ്ടി? വളരെ എളുപ്പമാണ്, വളരെ എളുപ്പം. വാസ്തു രീതികളിൽ ഒരുപാട് പഠനങ്ങളൊക്കെ അല്ല ഞങ്ങളെ പോലത്തെ ടെക്നീഷ്യന്മാർക്കാം. പക്ഷേ സാധാരണ ഒരു വീട് വെക്കുന്നവർ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി. 5 കാര്യങ്ങൾ സീനിയോറിറ്റി ഒന്നും വേണ്ട, ഏത് കാര്യം മുന്നേയും പിന്നെയാവും. ഞാൻ പറയുന്നില്ലേ, പ്രധാന വാതിൽ, ബോറ് അഥവാ കിണർ, സെപ്റ്റിക് ടാങ്ക്, അടുക്കള, ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം, അതിന്റെ മേളിലുള്ള വാട്ടർ ടാങ്ക്. ഈ 5 കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ വീട് 60% അബോ വാസ്തു യോഗ്യമാണ്. എന്തിന്? നിങ്ങൾ ഈ 5 കാര്യങ്ങളും ചെയ്യുമെന്ന് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചാൽ പോലും അടുത്ത വഴികൾ നിങ്ങളെ നല്ല രീതിയിൽ നയിക്കുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ കിണർ കന്നിമൂലിലാണെന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ വർക്കാവാൻ തുടങ്ങും. അവിടെ നിന്ന് വരേണ്ട ഫോൾട്ട് ആ കിണർ വയ്ക്കുന്നതിന് മുമ്പ് നിങ്ങളെ വ്യാപിക്കും. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു കിണർ കന്നിമൂലിൽ കുറ്റി വെച്ച് നോക്കൂ, അതിനുശേഷം നിങ്ങളുടെ അടി ചറക്കും. ഇവിടെ കന്നിമൂലയിൽ കിണർ വയ്ക്കുന്ന മഹാന്മാരുണ്ടെന്നേ. ഈ വാസ്തു എന്നുള്ളത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്, കന്നിമൂലയില് ബാത്റൂം പണിയാൻ എന്തപ്പോ പണിയാൻ പറ്റുന്ന എന്താണ് അവിടെ? കന്നിമൂലയിൽ ടോയ്ലറ്റ്, ഇത് എങ്ങനെ വർക്കാവുമെന്ന് ഞാൻ പറഞ്ഞുതരാം. സൂര്യപ്രകാശത്തിൽ നിന്നാണ്. സൂര്യൻ ഉദിക്കുന്നത് രാവിലെ 6:20 സൂര്യനെ നിങ്ങൾ കാണുന്നുള്ളൂ. അതിനു മുമ്പ് ഉദിക്കുന്ന സൂര്യനുണ്ട്, അരുണോദയം. ആദ്യം ഉദിക്കുന്ന അരുണങ്ങളാണ്, സോവാനം, അരുണോദയം, അത് കഴിഞ്ഞാണ് കിരണോദയം, അത് കഴിഞ്ഞാണ് നമ്മുടെ വിസിബിൾ ലൈറ്റ്. സോ ഈ അരുണോദയത്തിനെയാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ഈ അരുണോദയത്തിനാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. അരുണോദയത്തിൽ കോസ്മിക് എനർജി ഒരുപാട് കടന്നു വരുന്നു. അതുകൊണ്ട് നമ്മൾ രാവിലെ നേരത്തെ ഉണരുവാൻ പറയുന്നത്, മനസ്സിലല്ലേ? അപ്പോൾ അരുണോദയ സമയത്ത് വീടിനെ നമ്മൾ ഉണർന്ന് നമ്മൾ സൂര്യനെ നോക്കുക, അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തം ആസ്വദിക്കുന്നത് പോലെ തന്നെ വീടിനെ ആസ്വദിപ്പിക്കാനും നമ്മൾ ചെയ്യുന്നതാണ് വാസ്തു. നമ്മളെപ്പോലെ തന്നെ നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ തന്നെയാണ് വീടും സൂര്യ നമസ്കാരം ചെയ്യേണ്ടത്. ഈ ഭൂമി പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് ഇങ്ങനെ ചുറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ വീടും നമ്മളും ചുറ്റുകയാണ്, അല്ലേ? അപ്പം നമ്മളെപ്പോലെ തന്നെ വീടും സൂര്യ നമസ്കാരം ചെയ്യണം. അതിനു വേണ്ടിയാണ് വാസ്തു രീതികളിൽ കെട്ടാൻ പറയുന്നത്. അതിന് ഇത്ര ഡിഗ്രി ലെഫ്റ്റ്, ഉച്ച നീച്ച ഭാഗങ്ങളുണ്ട്. 4 ദിക്കിലും വീട് കെട്ടാൻ നിങ്ങൾക്ക്. എല്ലാവരും പറഞ്ഞ വടക്ക് കിഴക്ക് ഭാഗങ്ങൾ മാത്രമേ ഭയങ്കര, ഒരിക്കലില്ല. വടക്കിനേക്കാൾ കൂടുതൽ സമ്പന്ന തരുന്നതാണ് തെക്ക്. വടക്ക് തരുന്നില്ലെന്നല്ല, അതുപോലെ തെക്കിൽ നിങ്ങൾക്ക് സമ്പന്നതയുടെ അതിഭയങ്കര രഹസ്യങ്ങളുണ്ട്. ഒരുപാട് വലിയ വലിയ ജുവലേഴ്സ് എല്ലാം തെക്ക് നോക്കിയായിരിക്കുന്നത്, അറിയോ? തെക്ക് നോക്കി, വടക്ക് നോക്കി ഒരുപാട് സ്ത്രീ സംബന്ധമായ ലേഡീസ് ഹോസ്റ്റൽ, അതല്ലെങ്കിൽ ജുവലേഴ്സ്, സ്ത്രീകൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ വടക്കും തെക്കും ഫേസ് വയ്ക്കാം. അതിൽ ഉച്ച നീച്ച ഭാഗങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ ഡോറ് ഇരിപ്പിടം, ഇത് 2 പറ്റുള്ളൂ. ഇത് 2ഉം നിർബന്ധമായി നിങ്ങൾ വാസ്തു നോക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ന്യൂമറോളജി. പക്ഷെ നിങ്ങളുടെ തുറന്ന് അകത്ത് കയറുന്ന അത് ഡോർ ഉച്ചഭാഗങ്ങളിലോട്ട് മാറ്റുക. ഉച്ചഭാഗം നിർണ്ണയിക്കാൻ ഒരു വാസ്തു ടെക്നീഷ്യന്റെ സഹായം അന്വേഷിക്കുക. പ്ലസ് നിങ്ങൾ ഇരിക്കുന്നത്, നിങ്ങളുടെ ബിൽഡിങ്ങിന്റെ ഓഫീസിന്റെ മാക്സിമം വെയിറ്റ് എവിടെ ഇരിക്കണം എന്നുള്ളത് പരിശോധിക്കുക. ഒരു ടേബിൾ ആണെങ്കിൽ പോലും അതിനൊരു വാസ്തു ഉണ്ട്. നിങ്ങൾ ഇരിക്കുന്ന ടേബിളിന് ഒരു വാസ്തു ഉണ്ടെന്നേ. ആ ടേബിൾ, ആ വാസ്തു യോഗ്യമായി ആ ടേബിൾ അറേഞ്ച് ചെയ്ത് വെച്ച് വെയിറ്റ് ആൻഡ് ഹൈറ്റ് ബാലൻസ് ചെയ്ത് അവിടെ നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ അതിന് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി റിസൾട്ട് എടുക്കാം. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. ഞാൻ പറഞ്ഞു ഒരു നിസ്സാര കാര്യം, 1 രൂപയുടെ ചെലവില്ല. ഒരു വാസ്തു യോഗ്യമായ രീതികൾ നിങ്ങളുടെ ആ ഒരു ഹൈറ്റ് ആൻഡ് വെയിറ്റ് നിങ്ങൾ ടേബിളിൽ തന്നെ അറേഞ്ച് ചെയ്ത് അവിടെ നിന്ന് ഇരുന്ന് നോക്കൂ. നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾ എല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുന്നതാണ്. അപ്പം എങ്ങനെ ഒരു ചെറിയ വീട്, ഒരു സാധാരണക്കാരനാണെങ്കിലും വാസ്തു നോക്കി എങ്ങനെ എളുപ്പത്തിൽ അവൻ്റെ സ്വന്തം സമ്പാദ്യത്തിൽ ഒരു വീട് പണിയാം എന്നുള്ള ചെറിയൊരു ഐഡിയ നമുക്ക് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തൊരു എപ്പിസോഡ് എന്ന് പറയുന്നത് വീടിനെ പറ്റി ബന്ധമുള്ളതായിരിക്കില്ല. ഇതുപോലെ കടകളോ ബിസിനസ് സ്ഥാപനങ്ങളോ ഒക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക് വളരെ പ്രയോജനകരമായ എപ്പിസോഡാണ് നമ്മുടെ അടുത്തത്. അപ്പം ഇതുപോലെ തന്നെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്കും ഉണ്ടാവും ചോദിക്കാൻ. സാറിനെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. സാറിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം.